എല്ലാവർക്കും ആദ്യമായിട്ട് അറിയേണ്ടത് ഇത്തരത്തിൽ പരാതികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. എന്ത് വിവാദം? മെമ്മറി കാർഡ് വിവാദം അടക്കം അതിന്റെ ഒരു എൻക്വയറി നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കമ്മിറ്റി ഏതാണ്, ആരാണ് ഉണ്ടാവുക, അതൊക്കെ ചർച്ച ചെയ്തിട്ട്, ബിക്കോസ് ഇത് ആദ്യത്തെ കമ്മിറ്റി, നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഒഫീഷ്യലി കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സീരിയസ് ആയ മാറ്റേഴ്സ് എല്ലാം ഡൈല്യൂട്ട് ചെയ്യാതെ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് ചർച്ച ചെയ്തത്. പക്ഷേ ആരൊക്കെയാണ് എൻക്വയറി കമ്മിറ്റിയിൽ വരിക, പക്ഷെ അത് പരിഗണിക്കും, അത് നമ്മൾ 100% എടുക്കും. 100% അത് വേണമല്ലോ. നമ്മുടെ മെമ്പേഴ്സ് അല്ലേ ഉന്നയിച്ചത്, അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തായാലും അത് ചെയ്യണം. അത് ഐ തിങ്ക് അതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. എന്തെങ്കിലും ഡെഡ്ലൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ആദ്യം ആരൊക്കെയാണ്, ബിക്കോസ് ഇപ്പോൾ ഓണം വരികയല്ലേ, അപ്പോൾ അതിൻ്റേതായ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ആ ഒരു ഇപ്പോൾ ആക്ച്വലി നമ്മുടെ അടുത്ത് കുറേ ചെറിയ കുറേ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻക്വയറി കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കണം. ആരൊക്കെയാണ് അതിൽ മെമ്പേഴ്സ് വേണ്ടത്, അത് അടുത്ത ഇതിലുണ്ടാവും. അത് ഒരു ടൈം ലിമിറ്റ് കൊടുക്കും. അത് എന്താ പറയുക, ആ ടൈം ലിമിറ്റിൽ ഇതിൻ്റെ എന്താണ് കറക്റ്റായിട്ട് അവർ പറയും, ഏത് എൻക്വയറി ടീം. ഈ മെമ്മറി കാർഡ് വിവാദം സ്പെസിഫിക് ആയിട്ടാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ? ചക്ര ആദ്യമായിട്ടാണ് കണ്ടേ അവരെ. നിങ്ങൾ എല്ലാവരും മെമ്മറി കാർഡ് മാത്രമായിട്ട് നമ്മൾ 8 മണിക്കൂർ സംസാരിച്ചിട്ടില്ല. നമ്മൾ കംപ്ലൈന്റ് തരുന്നതുമായി ഒരു സുതാര്യത ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തിരിഞ്ഞു പോയവരുണ്ടല്ലോ, സ്ത്രീകളടക്കമുള്ളവർ. അത്തരത്തിലുള്ളവരെ തിരിച്ചുകൊണ്ടുവരുന്നതിനെ പറ്റി എന്ത്? ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് അത് അറിയണോ എന്താണ്? നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒഫീഷ്യലി. അതിൽ ഇത്ര സീരിയസ് ആയ മാറ്റേഴ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ 17 മെമ്പേഴ്സിൽ നമുക്ക് സബ് കമ്മിറ്റീസ് എന്തൊക്കെ വേണം, അതിൽ ഒബ്വിയസ്ലി നമുക്ക് ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാവും, ഫൈനാൻസ് കമ്മിറ്റി. ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ ഫൈനാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ. ഫൈനാൻസ് ആയിരുന്നു നമ്മുടെ മെയിൻ ചർച്ച. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ ഓഫ് us. താങ്ക് യു.